ഹായ് എവരിവൺ, പലതരം ചേരുവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു റെസിപ്പി ഞാൻ ആദ്യമായിട്ടാട്ടോ ചെയ്യുന്നത്. സാമ്പാർ വറുത്തരച്ച് കുറെ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് വെക്കാനായിട്ട് കൂട്ടാക്കലില്ല. ഇന്നിപ്പോൾ വിഷു സ്പെഷ്യലായിട്ട് ഇതൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെതായ രീതിയിൽ സാമ്പാർ വറുത്തരച്ച് വെച്ചത് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കാം കേട്ടോ. സാമ്പാർ വെക്കാനായിട്ട് നിങ്ങൾക്ക് ഏത് പരിപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. തൂരപ്പരിപ്പ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. എൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ടായിരുന്നത് കടലപ്പരിപ്പാണ്. അത് 1/3 കപ്പ് എടുത്തിട്ടുണ്ട്. അര കപ്പിന് താഴെ കേട്ടോ. വാഷ് ചെയ്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ വെളുത്തുള്ളിയും കായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായം കട്ടയായിട്ടുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ അതാട്ടോ കൂടുതൽ നല്ലത്. ഒരു അര ഇഞ്ചിൻ്റെ ഒക്കെ ഒരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. വെളുത്തുള്ളി 6-8 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് സാമ്പാറിലേക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള വെള്ളം ഇപ്പം തന്നെ അങ്ങ് ഒഴിച്ചെടുത്തേക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി പരിപ്പൊന്ന് വേവണ വരെ കുക്ക് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് വാളംപുളിയാണ്. ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ളത് എടുത്താൽ മതി കേട്ടോ. അത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. എടുത്തിട്ടുള്ള പുളി ഇച്ചിരി അധികം കേട്ടോ. വറുത്തരച്ച് വെക്കണതിന് സാധാരണ സാമ്പാറിന്റെ അത്രയും അങ്ങ് പുളി വേണ്ട. ഇനി നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഒക്കെ വെച്ചിട്ട് ഒരു സാമ്പാർ പൊടി തയ്യാറാക്കാം. ഇതിലേക്ക് തന്നെ തേങ്ങ ഇട്ട് നമ്മൾ അങ്ങ് അരച്ചെടുക്കാം കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഹോൾ സ്പൈസസ് ഇല്ല, സാമ്പാർ പൊടി ഇങ്ങനെ തയ്യാറാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത് അതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്ത ശേഷം അരച്ചെടുത്താൽ മതി കേട്ടോ. ഞാനൊരു അര ടീസ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചെടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ചെറിയൊരു ചൂടായി വരുമ്പോഴത്തേനും തന്നെ അതിലേക്ക് 2 ടീസ്പൂൺ മല്ലി, കടലപ്പരിപ്പ് 1 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, അര ടീസ്പൂൺ കുരുമുളക്, വറ്റൽമുളക് എരിവില്ലാത്തതായതുകൊണ്ട് ഞാൻ ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. ചെറിയ തീയിൽ എല്ലാനും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എല്ലാനും നല്ല മൂത്ത് നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. 1/3 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. അര കപ്പിന് കുറച്ച് താഴെയായിട്ട് കേട്ടോ. തേങ്ങ വല്ലാതെ മൂത്ത് ബ്രൗൺ കളറോ ഗോൾഡൻ കളറോ ആവാനൊന്നും നിൽക്കണ്ട. നന്നായിട്ടൊന്ന് ഡ്രൈ ആയാൽ മതി കേട്ടോ. ഈ ഒരു പാകത്തിന് നമുക്കിത് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആയി തുടങ്ങുന്ന ഒരു സമയം കേട്ടോ. ഇനി ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലൊരു ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം കേട്ടോ. തേങ്ങ അരച്ചെടുത്തത് അതവിടെ മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട് കേട്ടോ. ഈ പരിപ്പ് വേവിച്ച ആ കുക്കറിലേക്ക് തന്നെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കുക്ക് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ വീഡിയോ ഒക്കെ ആയതുകൊണ്ട് റെക്കോർഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് ഒരു പരന്ന പാത്രത്തിലേക്ക് ആ പരിപ്പ് അങ്ങ് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനൊരു 10 ചെറിയുള്ളി മുഴുവനായിട്ട് തന്നെ ഇട്ടെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ഒത്തിരി എരിവില്ലാത്തതാട്ടോ. ഒരു വലിയ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഇട്ടെടുത്തിട്ടുണ്ട്. പിങ്ങാക്കോല് ചെറിയത് 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു വഴുതനങ്ങ ഇരുന്നതും മുറിച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് വെജിറ്റബിൾസിന്റെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടെടുത്തത് നമ്മൾ കുതിർത്തി വെച്ച വാളംപുളി ആട്ടോ. അത് ഇപ്പം ഇട്ടെടുക്കാത്തതാട്ടോ നല്ലത്. എനിക്ക് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടാനായിട്ട് ഒത്തിരി സമയം എടുത്തു. ആദ്യം തന്നെ പുളി ഇട്ടെടുത്തോണ്ട് അതുകൊണ്ട് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കുക്കായ ശേഷം മാത്രം നിങ്ങൾ പുളി ഇട്ടെടുത്താൽ മതി. പിന്നെ ഉപ്പ് ഇട്ടെടുത്തേക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കാം. നമ്മൾ പരിപ്പ് വേവിച്ചപ്പോഴൊന്നും ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 1.5 ടീസ്പൂൺ 2 ടീസ്പൂൺ ഉപ്പ് ഇട്ടെടുക്കുക. പിന്നെ ആവശ്യം വരാമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ടെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ അധികം കേട്ടോ. വറുത്തരച്ച് വെക്കണോണ്ട് ഇത്രയും വെജിറ്റബിൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. വെജിറ്റബിൾസ് ഒക്കെ 1/4 ഭാഗം കുക്കായി വരുന്ന സമയത്ത് ഞാനൊരു 2-3 വെണ്ടയ്ക്ക അരിഞ്ഞതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചെടുക്കാം. അരിപ്പ് ഒഴിച്ചെടുക്കുന്നതിൻ്റെ ഒപ്പം വെള്ളം പാകാക്കാം കേട്ടോ. ഗ്രേവി ആവശ്യമായിട്ട് തിളച്ച് വറ്റി പാകാവാനുള്ള വെള്ളം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റെങ്കിലും മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളക്കണം കേട്ടോ. എന്നാലാണ് കറി നന്നായിട്ടൊന്ന് സെറ്റായി പാകമായി വരുള്ളൂ. ഈ ഒരു സമയത്ത് പുളി ഉപ്പൊക്കെ നോക്കാം കേട്ടോ. എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് കറി ഒന്ന് താളിക്കണം കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം വേണം കടുക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 2 ഇതള് വേപ്പില ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക്, എരിവുള്ള വറ്റൽമുളകാണ് ഞാനിപ്പോൾ ഇട്ടെടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇതിലേക്ക് ഞാനൊരു ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. കായത്തിൻ്റെ ടേസ്റ്റ് ഇച്ചിരി കുറഞ്ഞു നിന്നുകൊണ്ട് ഇത്തിരി കായപ്പൊടിയും കൂടി ഇട്ടെടുത്ത് കറിയിലേക്കൊന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വറുത്തരച്ച സാമ്പാർ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സാധാരണ സാമ്പാർ കറിയുടെ അത്രയൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ ഇടയ്ക്കൊന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം. വെജിറ്റബിൾസ് തീരെ കുറവാണ്. ഉരുളക്കിഴങ്ങ എന്തെങ്കിലും 2 കഷ്ണം മാത്രമേ ഉള്ളെങ്കിലും വറുത്തരച്ച സാമ്പാർ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സാധാരണ സാമ്പാർ കറി പോലെ തന്നെ കടികൾക്കും ചോറിനും എല്ലാത്തിനും കഴിക്കാം. എനിക്ക് അത്ര അങ്ങ് പിടിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയാം. അപ്പം ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.